കെ.പി. യോഹന്നാന്റെ ആ മൊബൈൽ എവിടെ? കെ.പി. യോഹന്നാൻ പതിവിന് വിപരീതമായി പ്രഭാത സവാരി നടത്തിയ ഡാലസിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ക്യാമ്പസിന് സമീപത്തെ റോഡിൽ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ അജ്ഞാതന്റെ കാറടിപ്പിച്ച് തെറിപ്പിച്ചത്. കെ.പി. യോഹന്നാൻ ഫോണിൽ സംസാരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദീർഘനേരം സംസാരിക്കുമെന്നും സംസാരത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അദ്ദേഹം പരിസരം പോലും മറന്ന് അതിൽ ലയിക്കുമെന്നും അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. കെ.പി.യുടെ ആ ബലഹീനത ഇവിടെ മുതലെടുക്കപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ കെ.പി. യോഹന്നാൻ പതിവില്ലാതെ ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങിയത് ആരുടെ ഫോൺ കോൾ വന്നപ്പോഴാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കോൾ അല്ലാതെ അദ്ദേഹം ഒരിക്കലും ക്യാമ്പസിന് പുറത്തിറങ്ങില്ല. അങ്ങനെയെങ്കിൽ കെ.പി. യോഹന്നാൻ ആരുമായിട്ടാണ് മൊബൈലിൽ അവസാനമായി സംസാരിച്ചു കൊണ്ട് നടന്നത്? അവർ എന്താണ് സംസാരിച്ചത്? അവർ എത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറടിക്കുന്നത് പോലെയുള്ള ഒരു അത്യാഗ്രഹം സംഭവിക്കുമ്പോൾ കോൾ മുറിയുമ്പോൾ മറുതലയ്ക്കിലുള്ള ആൾക്ക് കാര്യം മനസ്സിലാകില്ലേ? അവർ ഉടനെ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുവാൻ ശ്രമിക്കില്ലേ? ഇവിടെ അത്തരമൊരു ഇടപെടൽ നടന്നോ? ആർക്കറിയാം. പക്ഷേ സഖാവ് പൊന്തപ്പള്ളിക്കും കൂട്ടർക്കും യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു പരാതിയുമില്ല. കെ.പി.ക്കുണ്ടായ ഹെഡ് ഇഞ്ചുറി കാറപകടത്തിൽ പരിക്കേറ്റുണ്ടായത് തന്നെയാണോ? യഥാർത്ഥ കോസ് ഓഫ് ഡെത്ത് എന്താണ്? മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് ഒടുവിൽ ഇവർ പത്രക്കുറിപ്പിറക്കിയത്. കെ.പി. യോഹന്നാൻ അവസാനമായി സംസാരിച്ചുകൊണ്ട് നടന്ന ആ മൊബൈൽ ഇപ്പോൾ എവിടെയാണ്? അത് കണ്ടെടുക്കുവാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോൾ ആരുടെ കൈവശമാണ്? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പോലും തോന്നുന്ന ഈ സംശയങ്ങൾ അവർക്ക് തോന്നാത്തത്, ഒരു അന്വേഷണം നടത്തണമെന്ന് പോലും പറയുവാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓർക്കുക, ആത്മീയ വ്യവസായ രംഗത്തെ ഇത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായ ആ ഡ്രൈവർ ആരാണ്? ആ വണ്ടി ഏതാണ്? അയാൾ എവിടേക്ക് പോവുകയായിരുന്നു? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുവരെ ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഇതൊന്നും പുറത്തു വന്നില്ല? ആ വിവരങ്ങൾ ഇത്രയും രഹസ്യമായി സൂക്ഷിക്കുവാൻ ആർക്കാണ് ഇത്ര നിർബന്ധം? വിശപ്പിന് ഒരു പഴം മോട്ടിച്ച് നിന്നവൻ്റെ പടം ഒന്നാം പേജിൽ അടിക്കുന്ന മാധ്യമങ്ങളുള്ള നാടാണിത്. ഈ വിഷയത്തിൽ മാധ്യമ ജഡ്ജിമാർ ഒരു അന്തിച്ചർച്ച പോലും സംഘടിപ്പിച്ചിട്ടില്ല എന്നോർക്കണം. അതെന്തുകൊണ്ടായിരിക്കാം? അവസാനം കെ.പി.യുമായി സംസാരിച്ച ആളുടെ കഴിഞ്ഞ ഒരു മാസം അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള എല്ലാ മൊബൈലുകളും പരിശോധന വിധേയമാക്കണം. സ്ഥിരം ഉപയോഗിക്കുന്ന സ്വന്തം ഐ ഡി കാർഡിലെടുത്ത സിം ഉപയോഗിച്ച് ഒരിക്കലും വിളിക്കുവാൻ സാധ്യതയില്ല. അതുപോലെ കൃത്യം നിർവഹിച്ച ആ ഡ്രൈവർ ഇതിനുശേഷം ആരെ വിളിച്ചു? അദ്ദേഹത്തിൻ്റെയും ഒരു മാസത്തെ എല്ലാ ഫോണിലെയും കോൾ ഹിസ്റ്ററി പരിശോധിക്കണം. കൃത്യം നടത്തിയ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈലുകൾ പോലീസ് കണ്ടെടുത്തിരുന്നോ എന്നും അറിവില്ല. ഈ വിഷയത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ അവർ പത്രസമ്മേളനം വിളിക്കുവാൻ തുനിഞ്ഞപ്പോൾ കെ.പി. യോഹന്നാന്റെ കുടുംബാംഗങ്ങളെ വിലക്കിയ 24 ചാനലിൻ്റെ ലേഖകൻ അത് ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് അട്ടിമറിച്ചത്? അദ്ദേഹം എന്തിനത് ചെയ്തു? കെ.പി. യോഹന്നാൻ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 7 ദിവസം കഴിയുന്നു. അമേരിക്കൻ പോലീസ് പരാതിയൊന്നും ലഭിക്കാത്തതിനാൽ ഒരു സാധാരണ അപകടമരണമുണ്ടായ കേസ് എങ്ങനെ എന്തൊക്കെ ഫോർമാലിറ്റി നടത്തി വിട്ടുകൊടുക്കാമോ അതുപോലെ അവരെല്ലാം ചെയ്തു. മരണം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും ബോഡി കേരളത്തിൽ എത്തിച്ചിട്ടും ശവസംസ്കാരം നടത്തിയിട്ടും വീട്ടുകാർ പരാതി നൽകിയില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവർ പരാതിയുമായി വന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇത്രയും ദിവസമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെയൊരു പുനർചിന്തയുണ്ടായി എന്ന് ചോദ്യം വന്നാൽ അവരെന്ത് മറുപടി പറയും? അന്ന് കെ.പി.യുടെ ആ മൊബൈൽ എവിടെ? ആ മൊബൈൽ മാറ്റപ്പെട്ടിട്ടുണ്ടാവുമോ? സാധാരണ 100 ചോദ്യങ്ങളുമായി വരുന്ന മാപ്രകൾക്ക് യോനാച്ചൻ്റെ മരണത്തിൽ മാത്രം ചോദ്യം ഉയരാത്തത് എന്തുകൊണ്ടാണ്? ശബരിമലയിൽ 365 ദിവസവും നട തുറപ്പിക്കണം, സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി നൽകണം. അങ്ങനെ വന്നാൽ പിൽഗ്രിം ടൂറിസം വളരും, വിമാനത്താവളം വരും, അടുത്ത് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് പൊന്നിൻ വില കിട്ടും, വമ്പൻ പദ്ധതികൾ വരും എന്ന ആശയം ആരുടേതായിരുന്നു? അതിനെന്തൊക്കെ ചെയ്തു? ആരായിരുന്നു രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിൽ പോലും വന്ന ആറന്മുള എയർപോർട്ട് പദ്ധതി അട്ടിമറിച്ചത്? അതാർക്കു വേണ്ടിയായിരുന്നു? കെ.പി. യോഹന്നാന്റെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേരിലുണ്ടായിരുന്ന കുത്തകപ്പാട്ട ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് മാറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു? പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം സുശീല ഭട്ടിനെ മാറ്റിയത് എന്തിനായിരുന്നു? കോടതികളിൽ ശബരിമല വിമാനത്താവള പദ്ധതിയുടെ നിർദ്ദിഷ്ട ഭൂമി സർക്കാരിൻ്റെയാണെന്നിരിക്കെ അത് പിടിച്ചെടുക്കാതെ ഏറ്റെടുക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചത് ആരാണ്? കോടതിയിൽ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുത്തത് എന്തിനാണ്? ഇതിന് പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം? FCRA അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ED കേസ്,
നിരോധിക്കപ്പെട്ട കോടികൾ കണ്ടെടുത്ത കേസ് എല്ലാം ആവിയാക്കി സഭയെ കാവിക്കൂട്ടിൽ കയറ്റുകയും അനിൽ ആന്റണിക്ക് പിന്തുണ നൽകിയതും എന്തിനായിരുന്നു? കെ പിയുടെ കൊലപാതകത്തിന് മേൽപ്പറഞ്ഞ വിഷയങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കണ്ണൂരി ലോബിയും കെ പി യോഹനാനുമായുള്ള ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. പക്ഷേ ആർക്കും ഇക്കാര്യങ്ങളിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.